ബഹുമാനപ്പെട്ട പ്രൊൻഷാളമ്മേ, കൗൺസിലർ അമ്മമാരെ, മദർ, സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ 3 സീറോ മലബാർ സഭാംഗങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികർക്ക് വിശ്വാസദീപം പകർന്നു നൽകിയ പുണ്യപിതാവിൻ്റെ തിരുനാൾ സഭാമക്കൾ ഒന്നാകെ ആഘോഷിക്കുന്ന അനുസ്മരിക്കുന്ന ദിനം. ഏവർക്കും സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. രൂപസാദൃശ്യത്തെ ചങ്കിൽ തൊട്ടറിഞ്ഞ വിശ്വാസ അനുഭവം കൊണ്ട് വ്യക്തിത്വ സാദൃശ്യമാക്കി മാറ്റിയ ഈശോയുടെ ചങ്കുറുപ്പുള്ള ശിഷ്യൻ ദിദിമോസ്, അതെ, മിശിഹായുടെ മുഖമുള്ള ശിഷ്യൻ. മാർത്തോമ നസ്രാണികളായ നമ്മെ സംബന്ധിച്ച് ജൂലൈ 3 വിശ്വാസ ആഘോഷത്തിൻ്റെ പുണ്യദിനമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ എന്ന ഈശോ മിശിഹായുടെ ആഹ്വാനത്തിന് പ്രത്യുത്തരമേകി ഹൈന്ദവ സംസ്കാരം നിലകൊണ്ടിരുന്ന ഈ ഭാരത മണ്ണിൽ നാമമാത്ര യഹൂദർ മാത്രമുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ അനുകൂല സാഹചര്യങ്ങളെക്കാൾ പ്രതികൂല സാഹചര്യങ്ങൾ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷ സന്ദേശവുമായി എത്തിയ ധീരനായ നമ്മുടെ പിതാവ് മാർ തോമസ് ശ്ലീഹ. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിൽ ചിലർ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ചിലരെ പോലെ ആകാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടാകും. എന്നാൽ ചുരുക്കം ചില മുഖങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതായിട്ടുമുണ്ടാകും. കാരണം അവരിലെ ചില പ്രത്യേകതകളായിരിക്കാം. സുവിശേഷത്തിനത്തെ ആളുകളിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ചതും നാം കണ്ടുമുട്ടുന്നതുമായ അത്തരമൊരു വ്യക്തിത്വമാണ് മാർ തോമസ് ശ്ലീഹ. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഗുരുനാഥനായ ഈശോയെ അനുഗമിച്ച് ഭാരത മണ്ണിൽ സുവിശേഷ ദീപം കൊളുത്തി ഒടുവിൽ തൻ്റെ നാഥന് വേണ്ടി ജീവൻ ഹോമിച്ച ആ പ്രിയ ശിഷ്യൻ്റെ മക്കളാണ് നാം എന്നതിൽ നമുക്ക് അഭിമാനിക്കാം.